കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മേപ്പാടി പോലീസ്. ദുരന്ത മേഖലയിൽ പോലീസിന്റെ പ്രത്യേക സംഘം പരിശോധന നടത്തി. സ്ഥലങ്ങൾ സന്ദർശിച്ച മഹസർ തയ്യാറാക്കി. 8 പേർ മരിച്ചതിൽ മേപ്പാടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസും എടുത്തിരുന്നു. ദീപക് മോഹൻ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ദീപക്, സംഭവം ആ ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മൾ മറന്നിട്ടില്ല, അതെന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യും. അതൊരു മാനുഷിക ദുരന്തമാണ് എന്ന് സർക്കാരും മന്ത്രിമാരുമൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അത് സ്വാഭാവികമായ ഒരു ദുരന്തമാണ് സംഭവിച്ചത്. തങ്ങൾക്കതിൽ പ്രത്യേകിച്ച് തെറ്റുകുറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ആ കരാർ കമ്പനി പറഞ്ഞതും നമ്മൾ കേട്ടതാണ്. പക്ഷേ ശരിക്കും ഒരു കാരണമുണ്ടാവും, അതെന്തായാലും കണ്ടെത്തണം. എങ്ങനെയായിരിക്കും അന്വേഷണം? അതായത് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട 8 തൊഴിലാളികളുടെ ജീവൻ അപഹരിക്കപ്പെട്ട കേസിൽ നേരത്തെ BNS 194 വകുപ്പ് പ്രകാരം അസ്വാഭാവിക മരണത്തിന് കേരള പോലീസ് കേസെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ വിശദമായ അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഈ ദുരന്തമുണ്ടായ മേഖലയിൽ പോലീസ് എത്തി പരിശോധന നടത്തി. അതോടൊപ്പം തൊഴിലാളികളുടെ മൃതദേഹം ലഭിച്ച സ്ഥലങ്ങൾ ആ ഭാഗത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തൊഴിലാളികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ദുരന്തമുണ്ടായത് എന്നുള്ള കാര്യം കൂടുതൽ വിശദമായി തന്നെ അന്വേഷിക്കാനാണ് പോലീസിന്റെ നീക്കം. അതോടൊപ്പം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നേരത്തെ മുൻകരുതലുകളുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ മുന്നറിയിപ്പ് പാടെ അവഗണിച്ചാണ് കരാർ കമ്പനി എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ നീങ്ങുന്നത്. അത്തരത്തിലൊരു നിഗമനത്തിലേക്കാണ് പോലീസിന്റെ ഇപ്പോഴുള്ള അന്വേഷണത്തിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരങ്ങളെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ വിശദമായ അന്വേഷണത്തിന് മേപ്പാടി പോലീസ് തയ്യാറായിട്ടുള്ളത്. മേപ്പാടി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സായൂജ് കുമാറാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. നിർമ്മാണ ചുമതലയുള്ള കൊങ്കൺ, അതോടൊപ്പം കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ, ഈ 2 കമ്പനികളുടെയും ജീവനക്കാരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. മരിച്ച തൊഴിലാളികളുടെ ബന്ധുക്കൾ, പരിക്കേറ്റ് ആശുപത്രിയിലുണ്ടായിരുന്ന തൊഴിലാളികൾ, അതോടൊപ്പം സംഭവ സ്ഥലത്തുണ്ടായിരുന്ന മറ്റാളുകൾ, അവരെയും കേന്ദ്രീകരിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുവാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. ഷിഹാസ്.